ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഓണം സീരീസിൽ നല്ലൊരു ക്യാരറ്റ് സേമിയ പായസത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ്. നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു പായസമാണ് ക്യാരറ്റ് പായസം. അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ വലിയ തുളയുള്ള ഗ്രേറ്ററിലിട്ടിട്ട് വേണം ഇതുപോലെ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഒരു ഉരുളി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട ശേഷം ഒരു 5 മിനിറ്റ് നന്നായിട്ട് ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് വേണം നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴന്ന് വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാല് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പാല് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കി പിടിക്കും എന്നുള്ള പേടി വേണ്ട. അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങുമ്പോഴത്തേക്കിന് ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റോസ്റ്റഡ് വെർമിസെല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് തിന്നായിട്ടുള്ള സേമിയാണ്, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. സേമിയ ചേർത്ത് ഉടൻ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ സേമിയ എല്ലാം കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം ഈ സേമിയ നന്നായിട്ട് കുക്കായി വരും. അപ്പോൾ ഞാനിവിടെ തിൻ സേമിയ എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇത് പെട്ടെന്ന് കുക്കായി കിട്ടുന്നത്. ഇച്ചിരി കട്ടിയുള്ള സേമിയ ആണെന്നുണ്ടെങ്കിൽ, അതായത് നോർമൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സേമിയ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇത് തിൻ സേമിയ ആയതുകൊണ്ട് തന്നെ ഒന്ന് തിളച്ചെടുത്താൽ തന്നെ നന്നായിട്ട് കുക്കായി കിട്ടും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇപ്പോഴാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് സേമിയ കുക്കായിട്ട്. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കണം. നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടാനും നല്ലൊരു ടേസ്റ്റുമാണ് ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് 2 മിനിറ്റ് കൂടെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ടേസ്റ്റിങ്ങിന് ആവശ്യത്തിനുള്ള നമ്മുടെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കാപ്പൊടി നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്തിട്ട് ഉടൻ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിയുടെ ഫ്ലേവർ ഒന്നും പോകാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ടേസ്റ്റ് ബാലൻസിനായിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് റെസിപ്പി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.